പിറവം എംഎൽഎ അനൂപ് ജേക്കബിനെതിരെ മുൻ നഗരസഭാ ചെയർമാൻ സാബു കെ ജേക്കബ് ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് യുഡിഎഫ് വൃത്തങ്ങൾ. മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ എംഎൽഎ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമമെന്നും സബർബൻ മാൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ വ്യക്തിയാണ് ഇപ്പോൾ വ്യാജ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും യുഡിഎഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ. പിറവം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിനെതിരെ പിറവം നഗരസഭ മുൻ ചെയർമാനും മുൻ കോൺഗ്രസ് ഭാരവാഹിയുമായിരുന്ന സാബു കെ ജേക്കബ് ഉന്നയിച്ച ആരോപണങ്ങൾ വെറും അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവും എന്ന് യുഡിഎഫ് നേതാക്കളായ ഷാജു ഇലഞ്ഞിമറ്റം, രാജു പാണാലിക്കൽ, തോമസ് തേക്കുമൂട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെപിസിസി നിർവാഹക സമിതി അംഗം എന്ന് അദ്ദേഹം പറയുന്ന സാബു കെ ജേക്കബ് അദ്ദേഹം കഴിഞ്ഞ 2021 പിറവത്ത് മുനിസിപ്പൽ ഇലക്ഷൻ നടക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു നിങ്ങൾക്കറിയാം. കൂടെ നിന്ന് ചതിച്ച് ഈ മുനിസിപ്പാലിറ്റി ഭരണം LDF എന്താ കൊടുത്തു. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അനൂപ് ജേക്കബിനെ തോൽപ്പിക്കാൻ വേണ്ടി എത്രയോ ഹീനമായ ശ്രമങ്ങളാണ് നടന്നത്. നമുക്കറിയാം LDF നേതാവിൻ്റെ പാലായിലെ വീട്ടിൽ ചെന്ന് സീറ്റ് ഉറപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോകും. വേറെ ആത്മഹത്യാ ഭീഷണി മുടക്കിയതിന് ശേഷമാണ് LDF നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നത്. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ എക്സ്ട്രാ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അവിടെ MLA ഫണ്ടിൽ നിന്ന് എമൗണ്ട് കൊടുത്തു. സാബു മുനിസിപ്പൽ ചെയർമാനാണ്. അത് ഉദ്ഘാടനം വന്നിട്ടുള്ളൂ. എന്തുകൊണ്ട് അത് ഉദ്ഘാടനം ബഹിഷ്കരിച്ചു? ഇപ്പം എല്ലാ കാലത്തും UDFിൻ്റെ കൂടെ നിന്ന് ആ ചതിക്കുന്ന വ്യക്തി മാറിപ്പോകുന്നത് തന്നെ നല്ലത്. ഈ മുനിസിപ്പൽ ഭരണം നഷ്ടമായതുകൊണ്ട് പിറവത്തെ സംബന്ധിച്ച് LDF മുനിസിപ്പൽ ഭരണം കൈയാളിയപ്പോൾ ഇവിടുത്തെ സാധാരണ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ ഭയങ്കര ദുഃഖമുണ്ടായി. അതിന് കാരണബോധനായ സാബു കെ ജേക്കബ് ഒരു കാരണവശാലും UDF യോഗത്തിൽ പങ്കെടുക്കരുത് എന്നത് ഇവിടുത്തെ സാധാരണ പ്രവർത്തന വികാരമാണ്. അനൂപ് ജേക്കബ് പിറവം മുനിസിപ്പാലിറ്റിയിലും പിറവം നിയോജക മണ്ഡലത്തിലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു. സബർബൻ മാൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ വ്യക്തിയാണ് ഇപ്പോൾ വ്യാജ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പിറവം മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർമാൻ ശ്രീ സാബു കെ ജേക്കബ് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഞങ്ങൾക്ക് കാണുവാനിടയായി. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിറവത്ത് ശ്രീ അനൂപ് ജേക്കബ് പിറവം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ പറയുകയാണെങ്കിൽ ഏകദേശം 1.5 കോടി രൂപയോളം എൻ്റെ വാർഡിൽ അദ്ദേഹം ചെലവഴിച്ചതായിട്ട് കൃത്യമായി എൻ്റെ കയ്യിൽ കണക്കുകളുണ്ട്. അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി നമുക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ സാധിച്ചു. അത് മൂന്നാമത് സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിച്ചു. 21 സീറ്റോടെ അധികാരത്തിൽ വന്നു. വലിയ 28 സീറ്റുള്ളത് 21 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ നമുക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചു. ആ സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും വലിയൊരു വിജയം ജനങ്ങൾ ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തിയാലും പിറവത്തൊന്നും സംഭവിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. അദ്ദേഹം ഉമ്മൻചാണ്ടിയെ വാഴ്ത്തി ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു നടപടി ഉണ്ടായപ്പോഴും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച ഒരാളാണ് ജോസ് കെ മാണി. അദ്ദേഹത്തിൻ്റെ ഈ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നിട്ട് ഈ ഒരു ഇലക്ഷൻ്റെ സമയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വിരോധാഭാസമാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,